നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ എന്ന് പറയുമ്പം അത് വയറിന് ചുറ്റും ആവാം, തുടയ്ക്ക് ചുറ്റും ആവാം, കഴുത്തിൻ്റെ ഭാഗത്താവാം, അല്ലെങ്കിൽ തടീൻ്റെ ഭാഗത്ത്, അങ്ങനെ പല ഭാഗത്തായിട്ടും കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും. ഈ അമിതമായിട്ടുള്ള ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ചിനം ഭക്ഷണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോൾ, നല്ല ഇനം കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളുമുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഉയർന്ന സാന്ദ്രതയുള്ള ഒരു തരം കൊഴുപ്പാണ് HDL അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്നത്. നല്ല ഇനം കൊഴുപ്പുകളാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ചീത്ത കൊഴുപ്പുകളുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗൻസിന് ചുറ്റും ചീത്ത കൊഴുപ്പുകളുണ്ടോ അതിനെല്ലാം അത് വലിച്ചെടുത്തിട്ട് ശരീരത്തിൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന ഒരു ആക്ഷനാണ് നമ്മൾ HDL ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ വാല്യൂസ് 40 കുറയാനും പാടില്ല, 60 കൂടാനും പാടില്ല. 40 to 60 mg/dL ആയിരിക്കണം അതിൻ്റെ നോർമൽ വാല്യൂസ് കാണിക്കുന്നത്. അതിൽ കുറഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, സ്ട്രോക്ക് ടെൻഡൻസി പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് കുറയുകയും ട്രൈഗ്ലിസറൈഡ്സ് LDL കൂടുമ്പോഴും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് അല്ലെങ്കിൽ നല്ല ഇനം കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഭക്ഷണ രീതികൾ നല്ലപോലെ ശ്രദ്ധിക്കണം, വ്യായാമം ശ്രദ്ധിക്കണം, ഉറക്കം, സ്ട്രെസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതിലൊന്നാമത്തേത് വർക്കൗട്ടാണ്. വർക്കൗട്ട് എന്ന് പറയുമ്പം 30 മിനിറ്റ്സ് നിങ്ങൾ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നടത്തം, ഓട്ടം, സ്വിമ്മിങ്, ജമ്പിങ് ഇതെല്ലാം കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയക് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് ചെയ്യാം. പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക് പെയിൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോൺ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ പാടില്ല. എന്നാൽ മറ്റുള്ള കേസസിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആ ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ജിമ്മിൽ പോകാവുന്നതാണ്. അതും ഒരു ഗുഡ് ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ അങ്ങനത്തെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ നിങ്ങൾ എക്സസൈസ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് വെക്കാൻ ശ്രമിക്കുക. അതേപോലെ വർക്കൗട്ട് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് ബോഡിയിൽ നല്ലപോലെ ജലാംശം എത്തിക്കാൻ ശ്രമിക്കുക. ഒരു 3 ലിറ്റർ to 4 ലിറ്റർ വരെ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. വർക്കൗട്ടിന് മുൻപായിട്ടും അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷമായിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തേത് മെയിനായിട്ടും ഡയറ്റാണ്. ഡയറ്റിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് omega-3 ഫാറ്റി ആസിഡ്സ്. അത് കൊഴുപ്പാണല്ലോ, അപ്പം ഇതെങ്ങനെയാണ് കൊഴുപ്പിനെ കൂട്ടുന്നത്, അല്ലെങ്കിൽ ഈ ശരീരത്തിലെ നല്ല കൊഴുപ്പിനെ എങ്ങനെ ഇത് കൂട്ടും എന്നാണ് ചിന്തിക്കുന്നത്. നല്ല ഇനം കൊഴുപ്പുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഓർഗൻസിലെ രക്തധമനികൾക്ക് കൂടുതൽ ഫങ്ഷൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, അതേപോലെ ബ്രെയിൻ ഹെൽത്ത്, കുടലിൻ്റെ ആരോഗ്യം, എല്ലാ ഓർഗൻസിൽ നിന്നുള്ള ചീത്ത കൊഴുപ്പുകളെ ഡിസോൾവ് ചെയ്യാനും അവിടെ നല്ല കൊഴുപ്പുകൾ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിക്കുന്ന ചെറിയ മത്സ്യങ്ങളിൽ, നട്ട്സ് വിഭാഗത്തിൽ, വെജിറ്റബിൾസിൽ, ഫ്രൂട്ട്സിലും എല്ലാം omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അയല, മത്തി, നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക. അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അവക്കാഡോ, പപ്പായ, ഓറഞ്ച്, മൊസംബി അതൊക്കെ മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഇനം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്. എസ്പെഷ്യലി മാംഗോ, ഗ്രേപ്സ്, ചിക്കു അതൊക്കെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ നട്ട്സ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പം മാക്സിമം തൊലിയോട് കൂടി തന്നെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു പിടി എന്നുള്ള രീതിയിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. അത് 2 ബദാം, അല്ലെങ്കിൽ ഒരു 4-5 പിസ്ത, 2-3 കാഷ്യൂ, അല്ലെങ്കിൽ ഒരു 4-5 ഗ്രൗണ്ട് നട്ട്സ്, അങ്ങനെ ആ ഒരു കമ്പൈൻഡ് ഫോമിൽ വേണം കൺസ്യൂം ചെയ്യേണ്ടത്. അതൊരു 11 o'clock ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടോ കൺസ്യൂം ചെയ്യാവുന്നതാണ്.
നല്ലിനം കൊഴുപ്പുകൾ കൂട്ടുക എന്ന് പറയുമ്പോൾ 3B നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് ബ്രൗൺ റൈസ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ബ്രൗൺ റൈസ് എന്ന് പറയുമ്പം മട്ടയരി, ചാമ, തിന പോലത്തെ തവിട് കളയാത്ത അരി കഴിക്കാൻ ശ്രമിക്കുക. അത് നമ്മളെ ബോഡിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വയറിലൊക്കെ എത്തുമ്പം വയറിന് എപ്പോഴും ഒരു ഫുൾ ഫീലിംഗ് തരുന്നതാണ്. ഈ ഗ്രനിൻ, ഇൻസുലിൻ, ലെപ്റ്റിൻ പോലത്തെ ഹോർമോൺസിലുള്ള വ്യതിയാനങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. വയറെപ്പോഴും നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ട്. ഒരു കാൽഭാഗം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വയറ് നിറഞ്ഞു, അപ്പറ്റൈറ്റ് ഫുള്ളായി എന്നുള്ളൊരു ഫീലിംഗ് തരുന്നതാണ് അത്തരം തവിടുള്ള അരികൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ B എന്ന് പറയുന്നത് ബനാന, അതായത് നേന്ത്രപ്പഴം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് വെയിറ്റിനെ നല്ല രീതിയിലൊന്നും കുറയ്ക്കത്തില്ല, പക്ഷേ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ബെറീസ് ആണ്. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി പോലത്തെ ബെറീസ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇനി നല്ല ഇനം കൊഴുപ്പിൽ വരുന്ന ഒന്നാണ് ഒലിവ് ഓയിൽസ് എന്ന് പറയുന്നത്. ഓയിൽസിൽ വരുന്ന ഒലിവ് ഓയിൽസ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ഫോമിൽ കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിൽ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ബോയിൽ ചെയ്യരുത്, ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഭക്ഷണത്തിൻ്റെ മുൻപായിട്ടും ഒന്നെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിട്ടോ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഓരോ ശരീരത്തിനും ഒരു 25 kg ഉള്ള ഒരാൾക്കാണെങ്കിൽ അവർക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. വെയിറ്റും ഹൈറ്റും ബാലൻസ്ഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വാട്ടർ ഇൻടേക്ക് ആയിരിക്കണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു സ്ത്രീകളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ലിറ്റർ ടു 2.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ്. പുരുഷന്മാരുടെ ശരീരത്തിലാണെങ്കിൽ ഒരു 2.5 ടു 3.5 ലിറ്റർ വരെയാണ് വെള്ളത്തിൻ്റെ അളവ് വേണ്ടത്. എന്നാൽ നോർമലി നമ്മൾ പറയാറ് ഒരു 3 ലിറ്റർ ടു 4 ലിറ്റർ വരെ നമുക്ക് ഡെയിലി കുടിക്കാവുന്നതാണ്. നമ്മുടെ യൂറിനറി ഔട്ട്പുട്ടിന് അനുസരിച്ചാണ് നമ്മൾ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് നോർമലി യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 1 ടു 1.5 ലിറ്റർ ആണ് നമുക്ക് യൂറിനറി ഔട്ട്പുട്ട് പോകുന്നത്. അപ്പം അതും നമ്മളെ വാട്ടർ ഇൻടേക്കും ബാലൻസ്ഡ് ആയിരിക്കണം. അതിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റീനൽ കംപ്ലയിൻസ് ഉണ്ടാവുന്നതാണ്. അതിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം വാട്ടർ ഇൻടേക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെയാണ് സ്ട്രെസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്ന് സമൂഹത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഹൃദയാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകൾ. കൂടുതലായിട്ടും ടെൻഷൻസ് അല്ലെങ്കിൽ മെന്റലി വീക്ക് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ടും എഫക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മളെ ഈ ഒരു സൗത്ത് റീജിയൻസിലാണ് കൂടുതലായിട്ടും ഈ കംപ്ലയിൻസ് വരുന്നത്. നമ്മളെ ബോഡി എപ്പോഴും ഈ ഒരു സ്ട്രെസ്സിൽ ഡിപ്പെൻഡഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഒരിക്കലും മാറത്തില്ല. അപ്പം സ്ട്രെസ്സ് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് എന്തെങ്കിലും ഒരു വ്യക്തിയോട് നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര പോവുക, ബ്രീത്തിങ് എക്സസൈസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെ ഭക്ഷണത്തിൽ നിന്നും റിഫൈൻഡ് കാർബ്സ്, ഷുഗർ, അതേപോലെ തന്നെ സാൾട്ടിൻ്റെ ഇൻടേക്ക് ഒക്കെ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അരി ആഹാരങ്ങളുടെ അളവായാലും മാക്സിമം കുറച്ചിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്